നമ്മുടെ എസ്എൻഎയുടെ ഹോംലി ഫുഡ് പ്രൊഡക്ട്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് അച്ചപ്പം, അതേപോലെ കുഴലപ്പം, ചിപ്സൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് അച്ചപ്പം എന്ന് പറയുന്നത്. ഇപ്പോൾ സീസൺ ആണല്ലോ, നമുക്ക് ക്രിസ്മസ് ആകുമ്പോൾ കൂടുതലൊക്കെ നമുക്ക് സെയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. നല്ല അടിപൊളി അച്ചപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. മിക്സിയുടെ വലിയ ജാർ എടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ ഇതേപോലെ 1 കപ്പ് നാളികേരപ്പാൽ, അധികമൊന്നും വെള്ളം ചേർക്കണ്ട, എന്നാലും ഒരു 1/4 കപ്പൊക്കെ വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു 1/4 ഭാഗം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 1 കപ്പിൽ 1/4 ഭാഗമാണ് ഒഴിച്ചേക്കണേ. ഇതിലേക്ക് ഞാൻ പൊടിച്ച പഞ്ചസാര 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ 25 എണ്ണം ഉണ്ടാക്കാനുള്ള അളവിലാണ് പറയുന്നത് കേട്ടോ. 25 to 30 എണ്ണം വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ചതിന് ശേഷമുള്ള അളവാണ് 1/2 കപ്പ് എന്ന് പറയുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളിതാ ഈ ഒരു മിക്സ്, നമ്മുടെ മുട്ടയുടെയും തേങ്ങാപ്പാൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് പഞ്ചസാരയും, ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഒരു 1 to 2 മിനിറ്റ്സ് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക ഹൈ സ്പീഡിൽ. എന്നതിന് ശേഷം ഇതാ എനിക്ക് ഈ ഒരു കയ്യിൽ എന്ന് പറയുന്നത് 1/2 കപ്പിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. നിങ്ങളിപ്പോൾ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ 1/2 കപ്പ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഞാൻ 3 കപ്പായിട്ടാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പിൻ്റെ എന്ന് പറയുമ്പോൾ 1.5 കപ്പ് പൊടി, നമുക്ക് 25 എണ്ണം വരെ കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും 1.5 കപ്പിൻ്റെ പൊടി. അപ്പോൾ ഇതാ അതും ബാക്കി വന്നിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാവിൻ്റെ പരുവുണ്ടല്ലോ, അതേപോലെ നിങ്ങളിപ്പോൾ ഈ പറയുന്ന കറക്റ്റായിട്ടുള്ള അളവിന് വെള്ളവും തേങ്ങാപ്പാലും പൊടിയൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഒരു നുള്ള കരിഞ്ജീരകവും പിന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് കറുത്ത എള്ളും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനത് കാണിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു നുള്ള ഉപ്പ് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ അതാ ഈ ഒരു പരുവത്തിന് നമ്മൾ എടുക്കുക. 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് തേങ്ങാപ്പാൽ, അതിലേക്ക് 1 മുട്ട, 1/2 കപ്പ് പഞ്ചസാര, ഇത്രയാണ് ആവശ്യമുള്ളൂ. വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ അച്ച് എണ്ണ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ എണ്ണയിൽ ഇട്ട് കൊടുക്കുക. കാര്യം അച്ച് നന്നായിട്ട് ചൂടായാലേ മാവ് അതിൻ്റെ മേലെ പിടിക്കുള്ളൂ. നന്നായിട്ട് അച്ച് ചൂടായി കഴിഞ്ഞാൽ എണ്ണയും തിളച്ച് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് മാവിലേക്ക് ഒരു 1/4 ഭാഗം അച്ച് മുക്കുക. ഫുള്ളായിട്ട് അച്ച് മുക്കരുത് കേട്ടോ, അപ്പോൾ അത് വിട്ടു പോരില്ല. 1/4 ഭാഗം മുക്കിയതിന് ശേഷം 30 സെക്കൻഡ്സ് എണ്ണയിൽ അടി തട്ടുന്ന രീതിയിൽ വെക്കുക. നിങ്ങൾ വേണമെങ്കിൽ അച്ച് വെച്ചിട്ട് കൈ എടുത്തോളൂ, എന്നാലും പ്രശ്നമില്ല. പക്ഷേ പാത്രത്തിൻ്റെ അടിയിൽ അച്ച് തട്ടിയിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ബബിൾസ് വരും കേട്ടോ. അങ്ങനെ വീണ്ടും നമ്മൾ എണ്ണയിലൊന്ന് മുക്കുക. എണ്ണയിൽ മുക്കിയതിന് ശേഷം മാവിൽ മുക്കുക, വീണ്ടും വെച്ച് കൊടുക്കുക. 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചപ്പം അതിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ടാവും. ഇതിപ്പോൾ മറിച്ചിടണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 വട്ടം നിങ്ങൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഷേപ്പിൽ വ്യത്യാസം വരാണ്ട് ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഇതിൻ്റെ ഓവർ കളറാക്കണ്ട, ഇരിക്കും തോറും ജസ്റ്റ് കളർ ചേഞ്ചും വരും. അതേപോലെ തന്നെ എടുക്കുമ്പോൾ കുഴഞ്ഞ പോലെയാണ് തോന്നുക, പക്ഷേ ഇരിക്കുമ്പോൾ കുറച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല മുറുക്കായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ പാക്ക് ചെയ്യാം. ഏകദേശം നിങ്ങൾക്ക് 50-55 രൂപ വരെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ്, നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും.